Hello everyone. Structural Design 1 സബ്ജക്റ്റിൻ്റെ പാർട്ട് 5 ക്ലാസ്സാണ് നമ്മളിന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അതിൻ്റെ അസംപ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സും അതിൽ വരുന്ന കാൽക്കുലേഷൻസ് ആണ്. സോ കോഡ് ബുക്കിൽ അത് എവിടേക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത്. കോഡ് ബുക്കിൽ പേജ് നമ്പർ 69 സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ എന്ന് കൊടുത്ത ഒരു ഫിഗറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പഠിച്ചപ്പോൾ അതിലുള്ള സ്ട്രെസ്സിൻ്റെ ഫിഗർ മാത്രം എടുത്തവർ വരച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഇതിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ സി എന്ന് പറഞ്ഞൊരു ലോഡ് കാണിച്ചിരിക്കുന്നുണ്ട് അല്ലേ. എന്ത് ലോഡാണ്? കംപ്രസീവ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ കംപ്രസീവ് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 0.36 FCK XU × B എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി XU എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ് അല്ലേ. ടോപ്പ് ഫൈബറിൽ നിന്നും ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ XU എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0.42 XU എന്താണ്? ടോപ്പ് ഫൈബറിൽ നിന്നും കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡെപ്തിനെയാണ് 0.42 XU എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് വന്നത്? ഈ രണ്ട് വാല്യൂസസ് എങ്ങനെയാണ് 0.42 എന്നും 0.36 FCK XU B എന്നുള്ളത് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്ററിൽ അനലൈസ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് വാല്യൂസസ് നമുക്ക് എങ്ങനെ വന്നു എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ബിഫോർ ഗെറ്റിംഗ് ടു ദ കാൽക്കുലേഷൻ പാർട്ട്, അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം സെക്ഷൻ എ നോക്കൂ. സെക്ഷൻ എ എന്ന് പറയുന്ന ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അത് ബെൻഡിങ് ആകുന്ന സമയത്തുള്ള സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ഡയഗ്രാമാണ് തൊട്ടിപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം സ്ട്രെയിൻ ഡയഗ്രാം അനലൈസ് ചെയ്യാം. സ്ട്രെയിൻ ഡയഗ്രാം നിങ്ങൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബീം ബെൻഡിങ് സംഭവിക്കുമ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലത്തെ പോർഷനിൽ എന്ത് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്? കംപ്രഷനാണ്. താഴെ ടെൻഷനാണ്, അത് മറക്കരുത്. ഇനി എന്താണ്? ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ നോക്കൂ. ആദ്യം സ്ട്രെയിൻ ഡയഗ്രത്തിലെ ഏറ്റവും മുകളിൽ 0.0035 എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഗ്രാഫ് പറഞ്ഞപ്പോൾ ഞാൻ ആ വാല്യൂ പറഞ്ഞത് ഓർക്കുമെന്ന് വിചാരിക്കണം. ഇനി അതിന് ചോട്ടിലുള്ള വാല്യൂ എത്രയാണ്? 0.002. അതെന്തായിരുന്നു? അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രെയിനിലാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എപ്സിലോൺ സി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ നോക്കൂ. അതെന്ന് പറയുന്നത് ടെൻഷൻ സൈഡിൽ ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെയിൻ വാല്യൂ ആണ്. നിങ്ങൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്താണ് ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ അസംപ്ഷൻ പറഞ്ഞതാണ്. അത് ഓർക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.87 FI ഡിവൈഡഡ് ബൈ ES പ്ലസ് 0.002 ആണ് അവിടുത്തെ മെയിനായിട്ടുള്ള സ്ട്രെയിൻ വാല്യൂ ആൻഡ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്ട്രെസ് ഡയഗ്രാം അനലൈസ് ചെയ്യുക. സ്ട്രെസ് ഡയഗ്രാം അനലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ടോപ്പ് പോർഷനിൽ കംപ്രസീവ് സ്ട്രെസ് ആണ് നമുക്ക് ആക്ട് ചെയ്യുക. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത് 0.446 FCK ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദെൻ ബോട്ടത്തിലുണ്ടാവുന്ന മാക്സിമം ടെൻഷൻ വാല്യൂ എത്രയാണ്? 0.87 FI AST ആണ്. സ്ട്രെസ് ഡയഗ്രാമത്തിൻ്റെ മാക്സിമം വാല്യൂസ് എല്ലാം നമ്മൾ നോക്കി അല്ലേ. ഇതിൽ നമ്മുടെ മിഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സെൻട്രോയിഡിൽ ആക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.36 FCK XU എങ്ങനെ വന്നു, അതുപോലെ ഡെപ്ത് 0.42 XU എങ്ങനെ വന്നു എന്നുള്ള കാൽക്കുലേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് എന്താണ്? റെക്ടാങ്കുലർ ആസ് വെൽ ആസ് പരാബോള. നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ അസംപ്ഷനിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അതായത് സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കുലർ, പരാബോള, അതുപോലെ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടുത്തെ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ആസ് എ കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കുലർ പോർഷൻ ആസ് വെൽ ആസ് പാരാബോളിക് പോർഷൻ. അപ്പോൾ നമ്മളത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് CU ആണെന്നുണ്ടെങ്കിൽ റെക്ടാങ്കുലറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് C1 ഉം അതേപോലെ പരാബോളിക് പോർഷനിൽ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് C2 ആണെന്ന് എടുക്കാം. ഓക്കെ, ദെൻ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് C1 C2. സോ അതേപോലെ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ ഡെപ്ത് അറ്റ് വിച്ച് C1 C2 ഇസ് ആക്ടിങ്. C1 എത്ര ഡെപ്തിലാണ് ആക്ട് ചെയ്യുന്നത്, C2 എത്ര ഡെപ്തിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെയിൻ ഡയഗ്രാമാണ്. സ്ട്രെയിൻ ഡയഗ്രാം എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സ്ട്രെയിൻ ഡയഗ്രാം എടുത്തിട്ട് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാനുള്ളത്
എങ്ങനെയാണ് ആ ഡെപ്ത് വന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തത്, നമ്മുടെ സ്ട്രെയിൻ ഡയഗ്രാം ഒന്നുകൂടെ വരച്ചിരിക്കുകയാണ്. നമുക്കറിയാം മാക്സിമം വാല്യൂ ഓഫ് ദ ടോപ്പ് ഫൈബർ എന്ന് പറയുന്നത് എത്രയാണ്, മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.0035 ആണ്. അതുപോലെ മാക്സിമം സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ടാവുന്ന പോയിന്റുള്ള സ്ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത് 0.002 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്, അപ് ടു ദിസ് x2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, നെക്സ്റ്റ് x1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് റെക്ടാങ്കുലർ പോർഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് വരുന്നത് എത്രയാണ്, x2 ആണ്. വേറെ പരാബോള പോർഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് x1 ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് x2 ആൻഡ് x1. സോ ഞാൻ ഈ ഫിഗറിനെ തന്നെ രണ്ടായിട്ട് എടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ നോക്കേണ്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിമിലർ ട്രയാങ്കിൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. സോ ആദ്യത്തെ ട്രയാങ്കിൾ എടുത്തു, ഈ വലിയ ട്രയാങ്കിൾ. അതിൻ്റെ എന്താണ് ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്താണ് XU. വേറാസ് ടോപ്പ് ഫൈബറിൽ എത്രയാണ് വാല്യൂ, 0.0035. ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്തു, അതിൻ്റെ ടോപ്പ് ഫൈബറിലുള്ള എത്രയാണ്, 0.002ഉം അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് x1ഉം. സിമിലർ ട്രയാങ്കിൾസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന സമയത്ത് എത്രയാണ്, XU ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു x1 ഡിവൈഡഡ് ബൈ 0.002 ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, x1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, 0.002 XU ഡിവൈഡഡ് ബൈ 0.00135 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് x1 ഇസ് ഈക്വൽ ടു 4/7 ഇൻറ്റു XU എന്നുള്ളൊരു വാല്യൂ കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം അല്ലേ. നമുക്കറിയാം ടോട്ടൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ആണ്. സോ x2ൻ്റെ വാല്യൂ എത്രയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു XU മൈനസ് x1. സോ XU മൈനസ് 4/7 ഇൻറ്റു XU ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, x2ൻ്റെ വാല്യൂ വി ഗെറ്റ് ഇറ്റ് ആസ് 3/7 ഇൻറ്റു XU എന്ന് കിട്ടും. സോ x1 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 4/7 XU. ദെൻ x2യുടെ വാല്യൂ എന്ന് പറയുന്നത് 3/7 XU എന്ന് കിട്ടി. സോ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, നമ്മൾ ന്യൂട്രൽ ആക്സിസിലുള്ള ഡെപ്ത് കണ്ടുപിടിച്ചു അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ് ബ്ലോക്കിൻ്റെ ഏരിയ. അപ്പോൾ ഈ ബ്ലോക്കാണ്, ഇതാണ് അതിൻ്റെ ഫിഗർ, ഞാൻ ഒന്നുകൂടെ വരച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു റെക്ടാങ്കുലർ പോർഷനാണ്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് പരാബോളിക് പോർഷനാണ്. ഫസ്റ്റ് ഡെപ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 3/7 XU. വരാസ് സെക്കൻഡ് ഡെപ്ത് എന്ന് പറയുന്നത് 4/7 XU നമുക്ക് കിട്ടി. ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഓഫ് റെക്ടാങ്കുലർ പോർഷൻ പ്ലസ് ഏരിയ ഓഫ് പരാബോളിക് പോർഷൻ ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഏരിയ ഓഫ് റെക്ടാങ്കുലർ പോർഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് ചെയ്യുക അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് ചെയ്യുക. ഇനി അതുപോലെ പരാബോളിക് പോർഷൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, അത് ഒരു ചെറിയ പോർഷനാണ്. അപ്പോൾ സോ ഫോർമുലാസ് 2/3 ഇൻറ്റു L ഇൻറ്റു D ആണ് ഫോർമുല. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം ലെങ്ത്, ഇവിടെ ലെങ്ത് എത്രയാണ് നമുക്ക് വരുന്നത്, 0.446 FCK ഇൻറ്റു ബ്രെത്ത് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3/7 ഇൻറ്റു XU ആണ് വരിക. ഇനി രണ്ടാമത്തെ പരാബോളിക് പോർഷൻ്റെ 2/3 ഇൻറ്റു ലെങ്ത് എത്രയാണ് നമുക്ക് വരുന്നത്, 0. അവിടെയും എത്രയാണ് ലെങ്ത്, സെയിം ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്, റെക്ടാങ്കുലർ പോർഷൻ അല്ലേ. 0.446 FCK ഇൻറ്റു എത്രയാണ് വരുന്നത്, ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 4/7 ഇൻറ്റു XU ആണ് അവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇത് ടോട്ടലി സിംപ്ലിഫൈ ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടിയാൽ 0.191 FCK ഇൻറ്റു XU പ്ലസ് 0.169 FCK ഇൻറ്റു XU ആണ്. സോ ഓൾ ടുഗദർ എഴുതുന്ന സമയത്ത് 0.36 FCK ഇൻറ്റു XU എന്നാണ് നമുക്ക് ടോട്ടലി കിട്ടുന്നത്. സോ ദ ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു 0.36 FCK ഇൻറ്റു XU നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ C1 ആൻഡ് C2 അല്ലേ. C1 എന്താണെന്ന് കണ്ടുപിടിക്കണം, C2 എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ടോട്ടലായിട്ടുള്ള കംപ്രസീവ് ഫോഴ്സ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് പറയുന്നത്. ഇതാണ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ്. വേറെ C1 and C2 are the compressive forces acting at rectangular portion and parabolic portion. കറക്റ്റ് അല്ലേ. C1ഉം C2 എന്ന് പറയുന്നത് എന്താണ്, റെക്ടാങ്കുലർ പോർഷനിലും അതുപോലെ പരാബോളിക് പോർഷനിലും ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സസ് ആണ്. നമുക്കറിയാം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ നമുക്കിവിടെ വേണ്ടത് എന്താണ്, ഫോഴ്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്, സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് അല്ലേ, സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പോൾ നമ്മളിവിടെ C1 എടുക്കുന്ന സമയത്ത് C1 ഇസ് ഈക്വൽ ടു ഇവിടുത്തെ
ഏരിയ ആദ്യം നമുക്ക് എഴുതാം. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ഓൾറെഡി ഏരിയ ഓഫ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എത്രയാണ്? 0.446 FCK ഇൻറ്റു 3/7 ഇൻറ്റു XU ആണ് അല്ലേ? ഇൻറ്റു ലെറ്റ് സ്ട്രെസ് ബി എന്ന് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് C2യുടെ കേസ് എടുക്കുന്ന സമയത്ത് എത്രയാണ് നമുക്ക് അവിടുത്തെ ഏരിയ? 2/3 ഇൻറ്റു 0.446 FCK ഇൻറ്റു 4/7 XU ആണ് അവിടുത്തെ വാല്യൂ. അഗൈൻ ഇൻറ്റു ബി എന്നെടുക്കാം. സോ നമുക്കറിയാം ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2 വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്താണ്. കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.36 FCK ഇൻറ്റു ബി ഇൻറ്റു XU എന്നുള്ളൊരു വാല്യൂ ആണ്. സോ CU ഇസ് ഈക്വൽ ടു 0.36 FCK ബി ഇൻറ്റു XU എന്ന് പറഞ്ഞ വാല്യൂ. ഇപ്പോൾ മനസ്സിലായോ? നമ്മളിപ്പോൾ കാണിച്ച ഫിഗറിൽ XU എന്ന് പറഞ്ഞാൽ ലോഡ് എന്ന് പറയുന്നത് അവർ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? 0.36 FCK ബി ഇൻറ്റു XU എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഇനിയൊരു വാല്യൂ കണ്ടു. നമ്മുടെ സ്ട്രെസ് ബ്ലോക്ക് ഫിഗറിൽ നമ്മൾ കണ്ടു ഈ വാല്യൂ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 0.36 FCK ബി ഇൻറ്റു XU എന്ന് പറഞ്ഞ വാല്യൂ ഇസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് 0.42 XU എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ സെൻട്രോയിഡിലേക്ക് ടോപ്പ് മോസ്റ്റ് ഫൈബർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 0.42 XU എന്നുള്ളത്. ഈ 0.42 XU എങ്ങനെ വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെൻട്രോയിഡ് ഓഫ് ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അതിന് നമ്മൾ എന്താ ചെയ്യുക? ടേക്കിംഗ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ടേക്കിംഗ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാങ്കുലർ പോർഷൻ ആൻഡ് പരാബോളിക് പോർഷൻ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കും. അപ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുക? പിന്നെ നമ്മൾ ഒന്നുകൂടെ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം. സോ നമ്മളിവിടെ കട്ട് ചെയ്തു. ലെറ്റ് ദിസ് ബി ദ റെക്ടാങ്കുലർ പോർഷൻ. നമ്മുടെ ഫസ്റ്റ് വൺ റെക്ടാങ്കുലർ പോർഷൻ ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? പരാബോളിക് പോർഷൻ ആണ് അല്ലേ? നമ്പർ 2 പരാബോളിക് പോർഷൻ ആണ്. അപ്പം ഇതിൻ്റെ സെൻട്രോയിഡ് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുക വിചാരിക്കുക. അപ്പോൾ ടോപ്പ് മോസ്റ്റിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x1 ആയിട്ട് എടുത്തു. ഇനി പരാബോളിക് പോർഷൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് മോസ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x2 ആയിട്ട് എടുത്തു. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് x1 ആൻഡ് x2. എന്നിട്ട് അതിൽ നിന്നും ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? x ബാർ ഇസ് ഈക്വൽ ടു a1x1 പ്ലസ് a2x2 പ്ലസ് ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. ഇതല്ലേ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ a1 എന്ന് പറഞ്ഞാൽ എന്താണ്? a1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ അല്ലേ? a1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആണ് അല്ലേ? a2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് പരാബോള ആണ് അല്ലേ? പരാബോള. x1 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, x2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ? x ബാർ ഇസ് ഈക്വൽ ടു a1 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പ്രീവിയസ്ലി കണ്ടുപിടിച്ചിട്ടില്ലേ? നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മളിത് കാണുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഡയറക്റ്റ് ശരി ഒന്നുകൂടെ എഴുതാം. എങ്ങനെയാണ്? ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 0.446 ഇൻറ്റു FCK ഇൻറ്റു 3/7 XU ആണ് നമ്മുടെ ഏരിയ. ഇൻറ്റു x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. തൽക്കാലം ഞാൻ x1 തന്നെ എഴുതാണ്. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? a2 എന്ന് പറയുന്നത് എത്രയാണ്? 2/3 ഇൻറ്റു 0.446 ഇൻറ്റു FCK ഇൻറ്റു എത്രയാണ് വന്നത്? 4/7 XU ആണ് നമ്മുടെ രണ്ടാമത്തെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 തന്നെ എഴുതാം. ഇനി നമുക്ക് ആദ്യം x1 എന്താണ്, x2 എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ ഫിഗർ. വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് x1 ആൻഡ് x2 അല്ലേ. x1 എന്താണെന്ന് അറിയണം, അതുപോലെ x2 എത്രയാണെന്ന് അറിയണം. അതായത് x1 x2 എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്ടാങ്കുലർ പോർഷൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഫൈബർ ആണ് x1 എന്ന് പറയുന്നത്. വേറെ x2 എന്ന് പറയുന്നത് എന്താണ്, പാരാബോളിക് പോർഷൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഫൈബറിനെയാണ് x2 എന്ന് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് x1 ആൻഡ് x2 അല്ലേ. x1 x2 എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം x1 എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെക്ടാങ്കുലർ പോർഷൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എത്രയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ d/2ലാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് അപ് ടു ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു 3/7 ഇൻറ്റു XU ഡിവൈഡഡ് ബൈ 2 ആണ് x1 എന്ന് പറയുന്ന വാല്യൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി x2 എന്ന് പറയുന്നത് എത്രയാണ്? x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ മുതൽ ഈ ടോപ്പ് ഫൈബർ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് x2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കത് എത്രയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് 3/8 ഓഫ് 4/7 XU ആണെന്ന് വരിക. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ അപ്പോൾ ഈ പോർഷൻ കിട്ടി. ഇനി എൻ്റെ ബാലൻസ് എത്രയാണ്? പ്ലസ് 3/7 ഇൻറ്റു XU ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് ടോട്ടൽ XU വാല്യൂ. അപ്പോൾ x1 കിട്ടി, x2 വാല്യൂ കിട്ടി. പ്രീവിയസിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രീവിയസിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ x1 + x2 എന്നുള്ളൊരു ഇക്വേഷൻ ഇല്ലേ, ഇതാ ഇവിടെ നമ്മൾ ചെയ്തത്. ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? x1ൻ്റെ വാല്യൂയും x2യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ a1ൻ്റെ വാല്യൂയും a2യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫൈനലി യു ഗെറ്റ് ഇറ്റ് ആസ് നിങ്ങളുടെ ഫൈനലി യു ഗെറ്റ് x bar is equal to 0.42 XU എന്ന് കിട്ടും. സോ അതാണ് നമ്മുടെ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ. സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന 0.42 XU എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രം ദ ടോപ്പ് ഫൈബർ. അതാണ് 0.42 XU എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ഇതിൻ്റെ ഫൈനൽ ഫോർമുലയൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം മാത്രം പറയാം. IS 456 പേജ് നമ്പർ 96 ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേജ് നമ്പർ ഓർക്കുക കേട്ടോ. പേജ് നമ്പർ 96 ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത് എന്താ ന്യൂട്രൽ ആക്സസ്? ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ബീം. അപ്പോൾ മുകളിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും ആക്ട് ചെയ്യുക? കംപ്രഷൻ ആയിരിക്കും ആക്ട് ചെയ്യുക, വേറെ ബോട്ടത്തിൽ ടെൻഷൻ ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ഈ മിഡ് പോർഷനിലാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രൽ ആക്സസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് എ പോയിന്റ് വേർ ദ സ്ട്രെസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഉള്ള പോയിൻ്റാണ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇതെന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസസിലാണ് ഈ എബോ കണ്ടീഷൻ. വേറെ ഒരു കാൻറ്റിലിവർ ആണെന്നുണ്ടെങ്കിൽ, കാൻറ്റിലിവർ ബീമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? കാൻറ്റിലിവർ ബീം എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതാണ് ന്യൂട്രൽ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടോപ്പിൽ ആക്ട് ചെയ്യുന്നത് ടെൻഷനും വേറെ ബോട്ടത്തിൽ ആക്ട് ചെയ്യുന്നത് കംപ്രഷനും ആയിരിക്കും. ഓക്കെ, ടോപ്പിൽ ടെൻഷനും ബോട്ടത്തിൽ കംപ്രഷനും ആയിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ നോക്കാം. അപ്പോൾ ഒരു ന്യൂട്രൽ ആക്സസ് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ ഫൈൻഡിങ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത് CU is equal to TU ആണ്. എന്താണ്? CU is equal to TU. അതായത് എന്താണ്? ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഓൾറെഡി നമുക്ക് CU എന്താണ് TU എന്താണെന്ന് നമുക്കറിയാം. CU എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ്. ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ആക്ടിങ് ഓൺ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? 0.36 FCK ഇൻറ്റു B ഇൻറ്റു XU എന്ന് പറയുന്നതാണ് അവിടുത്തെ വാല്യൂ. വേറെ ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 0.87 FI ഇൻറ്റു AST എന്ന് പറയുന്നതാണ് ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ദ എബോ ഇക്വേഷൻ ഷുഡ് ബി ഇക്വേഷൻ 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സസ് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആക്സസ് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്ക് XU ആണ് നമ്മുടെ ന്യൂട്രൽ ആക്സസ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലുള്ള XU വാല്യൂ മാത്രം നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 0.36 FCK B ഇൻറ്റു XU ഇസ് ഈക്വൽ ടു 0.87 FI ഇൻറ്റു AST ആണ് അല്ലേ. ഇതിൽ XU മാത്രം ഞാനിവിടെ നിർത്തി, ബാക്കിയെല്ലാം അപ്പുറത്തുണ്ട്. 0.87 FI AST ഡിവൈഡഡ് ബൈ 0.36
FCK into B എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. സോ ദിസ് ഈസ് ദ ന്യൂട്രൽ ആക്സസ് ഡെപ്ത്. എക്സ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആക്സസ് വരെയുള്ള ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇനി നമുക്കൊരു വാല്യൂ കൂടെ വേണം, എക്സ് യു ഡിവൈഡഡ് ബൈ ഡി എന്നുള്ളൊരു കണ്ടീഷൻ വേണം. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഇതാണ് എക്സ് യു, അതായത് ന്യൂട്രൽ ആക്സസ് ഡെപ്ത് ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞ ടേം, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡിങ് ബോത്ത് ദ സൈഡ് ബൈ ഡി ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക, എക്സ് യു ബൈ ഡി ഈസ് ഈക്വൽ ടു 0.87 FI AST ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു ബി ഇൻറ്റു ഡി എന്നുള്ളൊരു ടേം കിട്ടി. സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മനപ്പാടാക്കേണ്ട ആവശ്യമില്ല, പേജ് നമ്പർ 96 അത് കൊടുത്തിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് വന്നെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ്. അതായത് എത്ര ദൂരം, മാക്സിമം എത്ര ദൂരം എക്സ് യു കൊടുക്കാൻ പറ്റും, എത്ര ദൂരം ഡെപ്ത് ന്യൂട്രൽ ആക്സസ് പോസിബിൾ ആണെന്നുള്ള കണ്ടീഷനാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇതെന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ ആസ് പെർ IS 456 ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ ദ അസംഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ അസംഷൻസ് ബേസ്ഡ് ഓൺ B and F അസംഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സ്ട്രെയിൻ ഡയഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ ഡയഗ്രാം എടുക്കുന്ന സമയത്ത് ടോപ്പിലുള്ള വാല്യൂ എത്രയാണ്, 0.0035 ആണ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് യു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സ് യു മാക്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എക്സ് യു മാക്സ് ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഡെപ്ത് എത്രയാണ്, ഇതൊന്ന് നമുക്കറിയാം, ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി മൈനസ് എക്സ് യു മാക്സ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം ഈ ബോട്ടം ഫൈബറിലുള്ള മാക്സിമം സ്ട്രെയിൻ വാല്യൂ എത്രയാണ്, 0.87 FI ഡിവൈഡഡ് ബൈ ES യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ പ്ലസ് 0.002 ആണ് നമ്മുടെ വാല്യൂ. ഞാനിപ്പോൾ മാക്സിമം സ്ട്രെയിൻ എന്നുള്ളത് കണ്ടീഷൻ എടുക്കാം, ഓൺ ടെൻഷൻ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദിസ്. അപ്പോൾ എഗെയിൻ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്, സിമിലർ ട്രയാങ്കിൾ റിലേഷൻഷിപ്പാണ് എടുക്കുന്നത്. എഗെയിൻ സിമിലർ ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മളിത് സോൾവ് ചെയ്യാണ്. സോ വി ഗെറ്റ് ഇറ്റ് ആസ് എക്സ് യു മാക്സ് ഡിവൈഡഡ് ബൈ D മൈനസ് എക്സ് യു മാക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0.0035 ഡിവൈഡഡ് ബൈ 0.87 FI ഡിവൈഡഡ് ബൈ ES പ്ലസ് 0.002. ഇങ്ങനെ സിമിലർ ട്രയാങ്കിൾസ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടുകയാണ്. ഇതിന് നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എക്സ് യു മാക്സ് divided by D is equal to 0.0035 divided by, ഇവിടെ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.005 പ്ലസ് 0.87 FI by ES എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. സോ ദ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ. ഇനി ഓരോ ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് സ്റ്റീലിനും ഓരോ ലിമിറ്റിംഗ് ഡെപ്ത് ആണ് ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈൽഡ് സ്റ്റീൽ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്, FI എന്ന് പറയുന്നത് എത്രയാണ്, 250 ആണ് അല്ലേ. FI എന്ന് പറയുന്നത് 250 ആണ്. FE 250 എന്നാണ് നമ്മൾ പറയുക, FE 250 എന്നാണ് പറയുക. അതെന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഇസ് FI എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ 250 Newton/mm² ആണ് വരിക. വേറെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 × 10⁵ Newton/mm² ആണ് അവിടുത്തെ വാല്യൂ. സോ നമുക്ക് ഇവിടുത്തെ എങ്ങനെയാണ് നമ്മളതിൻ്റെ മാക്സിമം എക്സ് യു മാക്സ് ബൈ ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അതായത് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ദിസ് സ്റ്റീലാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എക്സ് യു മാക്സ് ഡിവൈഡഡ് ബൈ ഡി ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല, 0.0035 ഡിവൈഡഡ് ബൈ 0.0055 പ്ലസ് 0.87. FIക്ക് പകരം എന്താണ് കൊടുക്കുക, നമ്മൾ 250 കൊടുക്കും. അതുപോലെ ESന് പകരം നമ്മൾ എത്ര കൊടുക്കും, 2 × 10⁵
എന്ന് കൊടുക്കും അല്ലേ. എന്നിട്ട് നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.53 ആണ്. അപ്പോൾ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ഫോർ FE 250 എന്ന് പറയുന്നത് എന്താണ്, മൈൽഡ് സ്റ്റീലിൻ്റെ കേസ് എന്ന് പറയുന്നത് 53 ആണ്, 0.53 ആണ്. ഇങ്ങനെ ഓരോന്നിൻ്റെ കേസസിൽ നമുക്ക് പറയുന്നുണ്ട്. സോ നിങ്ങൾക്കത് മനപ്പാടാക്കേണ്ട ആവശ്യമില്ല. IS 456-2000 കോഡ് ബുക്കിൽ പേജ് നമ്പർ 70 ഇതൊരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നോക്കുക. സോ ഓരോ ഗ്രേഡ്, അതായത് എത്രയാണ്, 250ക്ക് ഉണ്ട്, അതുപോലെ 415ക്ക് ഉണ്ട്, HYST ബാസ് 415ക്കും അതുപോലെ 500നും ഓരോ വാല്യൂസ് ഉണ്ട്. അതെല്ലാം ലൈക്ക് 0.53, പിന്നെ 0.48, അതുപോലെ 0.46, ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. നിങ്ങൾ മകപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കോഡ് ബുക്കിലത് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലീവർ ആം ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് കംപ്രസീവ് ഫോഴ്സ് ആൻഡ് ദ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടെൻസൈൽ ഫോഴ്സ്. അതിനെയാണ് നമ്മൾ ലീവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? അപ്പോൾ ഇതാണ് സ്ട്രെസ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് അല്ലേ. നമ്മളിങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ദ ഫോഴ്സസ് വിൽ ബി ആക്ടിങ് ലൈക്ക് ദിസ്, റൈറ്റ്. സോ ഈ ടെൻഷൻ ഫോഴ്സ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുക. സോ ഈ ഡയറക്ഷനിലാണ് ടെൻഷൻ ആക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് എത്രയാണ്, ടോപ്പ് ഫൈബറിന്ന് 0.42 XU എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ബാലൻസ് ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്, D - 0.42 XU എന്ന് പറയുന്നതാണ് നമ്മുടെ ബാലൻസ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഈ പോയിന്റിലാണ് നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് CU ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ലീവർ ആം ഡിസ്റ്റൻസ്. അതായത് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് കംപ്രസീവ് ഫോഴ്സ് ആൻഡ് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ടെൻസൈൽ ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതെത്രയാണ്, അതെന്ന് പറയുന്നത് ഇസ് റെപ്രസെൻറ്റഡ് ബൈ Z, വിച്ച് ഇസ് ഈക്വൽ ടു D - 0.42 XU ആണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദ ലീവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Z is equal to D - 0.42 XU ആണ് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. എന്താണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്? മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, എയ്തർ കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ടെൻഷൻ ഫോഴ്സ് ആയിരിക്കാം. അതായത് ടോട്ടൽ കംപ്രഷൻ ഓർ ടെൻഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ വരിക, ലീവർ ആം ഡിസ്റ്റൻസ് ആണ് വരിക. ലീവർ ആം ഡിസ്റ്റൻസിനെയാണ് നമ്മളുടെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് എ മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ ബീമിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ദ ഇക്വേഷൻ ഓൺ ദ IS 456-2000 പേജ് നമ്പർ 96 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇക്വേഷൻ ഉണ്ട്. MU is equal to 0.87 FI AST into D into 1 minus FI AST divided by FCK into B into D. ഇതിൽ FI എന്താണ്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. D എന്ന് പറഞ്ഞാൽ എന്താണ്, എഫക്റ്റീവ് ഡെപ്ത് ആണ്. AST എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പിന്നെ ഏതാ നമുക്ക് അറിയാത്തത്, FCK എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്, വിഡ്ത്ത് ഓഫ് കംപ്രഷൻ ഫേസ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ദ എബോവ് ഇക്വേഷൻ ഇസ് യൂസ്ഡ് വെൻ XU by D എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ ലിമിറ്റിംഗ് വാല്യൂ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ എബോവ് ഇക്വേഷൻ യൂസ് ചെയ്യുക. നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിച്ച് ഓർമ്മയില്ലേ, നമ്മൾ ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റീലിന് നമ്മൾ ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു. പേജ് നമ്പർ 70 3 ഏതൊക്കെയാണ്, 250ക്കും 415ക്കും അതേപോലെ 500നും ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. വേറാസ് ഇപ്പോൾ ഇഫ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ XU by D is equal to the limiting value ആണെന്നുണ്ടെങ്കിൽ the moment of resistance of the section is given by the following equation. ആ ടേബിളിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ പേജ് നമ്പർ 96 താഴെ തന്നെ നോക്കൂ, അടുത്തൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് XU by D എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റിംഗ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇഫ് XU by D is greater than the limiting value, ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കിട്ടുന്ന വാല്യൂ XU by D എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് ുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദ സെക്ഷൻ ഷുഡ് ബി റീഡിസൈൻഡ്. അപ്പോൾ അതാണ് അവിടുത്തെ കണ്ടീഷൻ ഫോർ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ്. എന്താണ് ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ? ഇപ്പോൾ ഒരു ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബീമിൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി കുറയ്ക്കാനും പറ്റില്ല, ഒത്തിരി കൂട്ടാനും പറ്റില്ല. വി ഹാവ് ടു നോ വാട്ട് ഈസ് ദ റൈറ്റ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ റൈറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിൻ ഡയഗ്രാം ആസ് വെൽ ആസ് സ്ട്രെസ് ഡയഗ്രാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതെന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻഡ് ഫ്രം സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ പി ടി ലിമിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇക്വേഷൻ 100 ഇൻറ്റു AST ലിമിറ്റ് ഡിവൈഡഡ് ബൈ B ഇൻറ്റു D ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇപ്പോൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ക്രോസ് സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. അതല്ലാതെ ഇങ്ങനെ വേറെ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്നുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്നുള്ള കണ്ടീഷൻസ് എടുക്കേണ്ടത്. അവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ മാക്സിമം കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദ മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ആണ്. എന്താണ് മാക്സിമം കംപ്രസീവ് ഫോഴ്സ്? വിച്ച് ഇസ് ഈക്വൽ ടു 0.36 FCK ഇൻറ്റു B ഇൻറ്റു XU മാക്സ് ആണ്. ദെൻ മാക്സിമം ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0.87 FI AST ലിമിറ്റ് ആണ് അല്ലേ. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? ടു ദ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇക്വേറ്റിംഗ് TU ലിമിറ്റ് ഇസ് ഈക്വൽ ടു CU ലിമിറ്റ് ആണ്. അതായത് എന്താണ്? ലിമിറ്റിംഗ് ടെൻഷൻ ഇസ് ഈക്വൽ ടു ദ ലിമിറ്റിംഗ് കംപ്രഷൻ. അതാണ് ഇവിടെ പറയുന്നത്. അതായത് TU ലിമിറ്റ് ഇസ് ഈക്വൽ ടു CU ലിമിറ്റ് ആണ് കണ്ടീഷൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ രണ്ടും ഇക്വേറ്റ് ചെയ്തു അല്ലേ. ഇക്വേറ്റിംഗ് ബോത്ത് ഇക്വേഷൻ. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 0.87 FI AST limit is equal to 0.36 FCK B into XU max എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബൈ ഡിവൈഡിങ് ദ ഇക്വേഷൻ ബൈ യൂസിങ് B ഇൻറ്റു D. B ഇൻറ്റു D എന്ന് പറയണത് നമ്മൾ എന്ത് ചെയ്യുക? ബോത്ത് സൈഡ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് ഈസിനെസ്സിന് വേണ്ടിയിട്ട് AST ലിമിറ്റ് മാത്രം ഇപ്പുറത്ത് നിർത്തിയിട്ട് ലിമിറ്റ് ഡിവൈഡഡ് ബൈ B ഇൻറ്റു D, ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്താ വരിക? 0.36 FCK B ഇൻറ്റു XU മാക്സ് ഡിവൈഡഡ് ബൈ 0.87 FI ദെൻ B ഇൻറ്റു D അല്ലേ. ഇതിൽ നോക്കൂ, ടോപ്പിലും B ഉണ്ട്, താഴെയും B ഉണ്ട്. സോ ക്യാൻസൽ ചെയ്തു. സോ ഫൈനലി വി ഗെറ്റ് AST ലിമിറ്റ് divided by B into D is equal to 0.36 FCK XU max divided by 0.87 FI into D എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എഴുതി ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു അതിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? PT ലിമിറ്റ് അല്ലേ. PT ലിമിറ്റ് തന്നെ പറയാം. വിച്ച് ഇസ് ഈക്വൽ ടു AST ലിമിറ്റ് ഡിവൈഡഡ് ബൈ B ഇൻറ്റു D ഇൻറ്റു 100 നമ്മളൊരു ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു. വിച്ച് ഇസ് അഗെയിൻ ഇസ് ഈക്വൽ ടു 0.36 FCK XU മാക്സ് ഡിവൈഡഡ് ബൈ 0.87 FI ഇൻറ്റു D ദ ഹോൾ ഇൻറ്റു 100. കാരണം പെർസെൻറ്റേജ് ആണല്ലേ നമുക്ക് വേണ്ടത്. സോ PT ലിമിറ്റ് അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് നോർമലി നമുക്ക് ചോദിക്കാറുള്ളത്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ വരുന്നതായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ ടു ഫൈൻഡ് ദ PT ലിമിറ്റ് ഫോർ FE 250 ഗ്രേഡ് ഓഫ് സ്റ്റീലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് 250 ഗ്രേഡാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 250 ഗ്രേഡിന് ഓൾറെഡി നമ്മൾ പേജ് നമ്പർ 70 കോഡ് ബുക്കിൽ നമ്മൾ XU മാക്സ് ബൈ D എന്ന് പറഞ്ഞ ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. 0.53 ആണ് അല്ലേ. ഫ്രം IS 456/2000 പേജ് നമ്പർ 70 ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ വാല്യൂ കിട്ടും ബിക്കോസ് ദ ഗ്രേഡ് ഇസ് 250. നെക്സ്റ്റ് എന്താണ്? PT ലിമിറ്റിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് എഴുതാം. PT ലിമിറ്റിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഇസ് 0.36 FCK into XU max into 100 divided by 0.87
ഇൻറ്റു FI ഇൻറ്റു D ആണ് അല്ലേ. ഇതിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസസ് അറിയാം? 0.36 അറിയാം. FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, പക്ഷെ അത് തന്നിട്ടില്ല അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരുമായിരിക്കും, ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണോ അതിനനുസരിച്ച് അത് എഴുതാം. ഇൻറ്റു XU max ബൈ D എന്ന് പറയുന്നത് എന്താണ്? XU max ബൈ D ആണ് നമ്മുടെ 0.53 എന്ന് പറയുന്ന വാല്യൂ, ഹോൾ ഡിവൈഡഡ് ബൈ 0.87. FIക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 250 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ ഹോൾ ഇൻറ്റു 100 അല്ലേ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടും. ഓക്കെ.